ഹൈഡ്രോത്ത് ഐലൻഡ് കയറിയപ്പോൾ ആണ് മോനെ നമ്മൾ സിനിമയിലെ കാണുന്ന ലക്ഷദ്വീപ് അങ്ങ് സ്റ്റാർട്ടായ. വന്ന ഷിപ്പ് കണ്ട ആൾക്കാരിങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഷിപ്പ് ഇപ്പോൾ കൽപ്പനിന്ന് ഒരു ഐലൻഡിലേക്കാണ് പോണേ. ഞാൻ പറഞ്ഞല്ലോ കവറാത്തി എത്താൻ നാളെയാവും. ഓക്കെ, 2 ദിവസത്തെ ട്രാവൽ ഉണ്ട്. ഇപ്പൊ കൽപ്പനി എന്നൊരു നമ്മുടെ ഒരു ഐലൻഡാണ് ഇതേ കാണുന്നത്. നല്ല മനോഹര ഐലൻഡ് എന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞത്. പക്ഷേ നമുക്കവിടെ ഇപ്പോൾ ഇറങ്ങാൻ പറ്റില്ല. നമുക്ക് കവറത്തി പോയിട്ട് വേറെ ബോട്ട് പിടിച്ചോ എങ്ങനെ ഇങ്ങോട്ട് വരാൻ പറ്റുമോ നോക്കാം. ആ ഐലൻഡ് അവിടെ കാണാൻ, അവിടെ നിന്ന് അവിടെ ഷിപ്പ് നിന്നിട്ട് കുറച്ച് ആൾക്കാരൊക്കെ ഇറക്കി അവിടത്തേക്ക് കൊണ്ടുവന്ന സാധനങ്ങൾ എല്ലാ ലോഡും എല്ലാം അവിടെ ഇറക്കിയിട്ടാണ് നമ്മൾ എനിക്ക് തോന്നുന്നു അടുത്ത അകത്തിയോ ബംഗാർ അങ്ങോട്ടായി പോകണം. അത് കഴിഞ്ഞിട്ട് വേണം പോകാൻ. എന്തോ ഒന്ന് അനൗൺസ് ചെയ്യുക, നമുക്ക് ചെക്ക് ചെയ്യാം. പിന്നെ 6:30 to 7:30 ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം. അല്ലെ പിന്നീട് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടൂല. സോ അത് നമുക്ക് ശ്രദ്ധിച്ച് പോകേണ്ടതുണ്ട്. നമുക്കിപ്പോൾ ഈ ഷിപ്പിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെയാണ് കൽപ്പനി എന്ന ഐലൻഡ് എന്നൊക്കെ നോക്കാം. ലക്ഷദ്വീപിലെ കൽപ്പനി ഐലൻഡിൽ നമ്മൾ കണ്ട ഡോൾഫിൻ കാഴ്ചകൾ ഒരു മറക്കാനാവാത്ത അനുഭവം തന്നെയാണ്. ലക്ഷദ്വീപിലേക്ക് എങ്ങനെ വരാം, ഇവിടെ വരേണ്ട പേപ്പർ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് വിശദമായിട്ട് വേറൊരു എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യാം. സോ സ്റ്റേ ട്യൂൺഡ്. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ രാവിലെ ഞാനിപ്പോൾ എണീറ്റു. നന്ദു രാവിലെ തന്നെ പോയി കുറേ ഫുട്ടേജൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഫുഡ് എന്താണെന്ന് അറിയില്ല, അകത്ത് പോയി നോക്കാം. ഇപ്പൊ പോയില്ലെങ്കിൽ പിന്നെ ഫുഡും കിട്ടില്ല. അതാണ് രാവിലെ തന്നെ അനൗൺസ് ചെയ്യും ഫുഡ് റെഡി ആയിട്ടുണ്ടെന്ന്. അപ്പം തന്നെ നമ്മൾ പോകണം. പോയില്ല എന്നുണ്ടെങ്കിൽ ഫുഡ് തീരും. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം. അങ്ങനെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടി. അവിടെ ടോക്കൺ എടുക്കണം. ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഡിന്നർ പോലെ തന്നെ. ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഇച്ചിരി ഹെൽത്തി ഫുഡാണ്. ഉപ്പുമാവുണ്ട്, ബ്രെഡുണ്ട്, ഒരു പഴമുണ്ട്, പിന്നെ മുട്ടയുണ്ട്, പിന്നെ ബട്ടർ, സോസ്, ചായ വരുന്നുണ്ട്. സോ നമുക്ക് ഇതിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാം. എങ്കിൽ ഞാൻ ഹലോ. അപ്പം നമ്മൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മൾ റൂഫ് ടോപ്പിലാണുള്ളത്. നല്ല കിടിലം കാഴ്ചകളൊക്കെയാണ് ഇവിടെ. ഇപ്പോൾ നമ്മുടെ കൽപ്പനി ഐലൻഡിൻ്റെ അടുത്തായിട്ടാണ് നമ്മുടെ ഷിപ്പ് നിർത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് കണ്ടാലറിയാം നമ്മുടെ സാധനങ്ങളും അതുപോലെ ആൾക്കാരെയൊക്കെ ഇവിടെ നിന്ന് ഐലൻഡിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് കുഞ്ഞു കുഞ്ഞു ബോട്ട്സിലാണ്. അപ്പം ഈ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ നിൽക്കുകയാണ്. നമുക്ക് ഫുൾ എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ നമ്മുടെ ലക്ഷദ്വീപ് ഷിപ്പിലെ 2ാമത്തെ ദിവസം ഈവനിങ് ആയിട്ടുണ്ട്. ഈവനിങ് ആയപ്പോൾ ഹൈഡ്രോത്ത് ഐലൻഡിൽ കയറാൻ പോവാം. ഹൈഡ്രോത്ത് ഐലൻഡ് കയറിയപ്പോൾ ആണ് മോനെ നമ്മൾ സിനിമയിലെ കാണുന്ന ലക്ഷദ്വീപ് അങ്ങ് സ്റ്റാർട്ടായ. ഒരു രക്ഷയില്ല. കളേഴ്സ് എന്ന് പറഞ്ഞാലേ ഞാൻ നിങ്ങളെ കാണിക്കാം. നമ്മൾ സിനിമ കാണില്ലേ, ജസ്റ്റ് ഒരു നല്ല പച്ച കളർ, അല്ല ഒരു സയാൻ ബ്ലൂ കളർ വെള്ളവും ഇച്ചിരി ട്രാൻസ്പെറൻറ്റ്, ഇച്ചിരി അത് പറഞ്ഞറിയിക്കാൻ നിങ്ങൾ കണ്ടറിയണം. വാ.
സോ നമ്മുടെ ഈ അൺട്രോത്തിൽ ഗാങ് വേ എന്ന് പറയും, എന്ന് വെച്ചാൽ നമ്മുടെ കയറില്ലേ പടി ഇങ്ങനെ അത് നിലത്തിലോട്ട് മുട്ടിക്കുന്നത് കാണാം. എന്ന് വെച്ചാൽ ഷിപ്പ് ടു അത് കണക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഇറങ്ങാൻ അത് കാണിച്ചു തരാം. സോ ഇതാണ് ആ പടി ഉണ്ടല്ലോ, അതിനാ ഗാങ് വേ എന്ന് പറയുന്നത്. അത് നമുക്ക് ഇവിടെ എത്തിയിട്ട് ഇവിടുത്തെ ആൾക്കാർ ഷിപ്പിലെ ജോലിക്കാർ ഇവർ ഇതിനെ കണക്ട് ചെയ്യും. നമ്മൾ അവിടെ നമ്മുടെ അൺട്രോത്തിൽ ജസ്റ്റ് ഒന്ന് ഇറങ്ങാൻ പറ്റുമോ നോക്കുകയാണ്. ഓക്കെ, എന്ന് വെച്ചാൽ ഇറങ്ങി കറങ്ങാനൊന്നും പോകാൻ പറ്റില്ല, കുറച്ച് നേരമല്ലേ ഷിപ്പ് ഇവിടെ ഉണ്ടാവും. പക്ഷേ ഇറങ്ങി ജസ്റ്റ് അവിടെ ഒന്നും സപ്പോസ് നമുക്ക് ഇങ്ങോട്ട് പിന്നീട് കറങ്ങാൻ വരാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വെച്ച് ജസ്റ്റ് ഒന്ന് കാലുകുത്താമെന്ന് വിചാരിച്ചു. അതിന് ശ്രമിക്കുകയാണ്. അപ്പോൾ ഷിപ്പിൽ നിന്ന് എല്ലാവരും ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഉണ്ടല്ലേ, ക്യൂ ആണ്. അങ്ങനെ ജസ്റ്റ് അവിടെ പെർമിഷനൊക്കെ ചോദിച്ചിട്ട് കപ്പലിൽ നിന്ന് പുറത്തിറങ്ങി ഗായത്രി ഇറങ്ങി. കാരണം രണ്ടുപേരും കൂടി ഇറങ്ങി ചിലപ്പോൾ റിസ്ക് ആവും, പെട്ടെന്ന് തിരിച്ച് കയറേണ്ടി വന്നു, ഓടിച്ചാടി കയറാൻ റിസ്ക് ആവും, മനസ്സിലായി. അപ്പോൾ ബാഗൊക്കെ അവിടെ ഇല്ല. അപ്പം ഞാൻ ഇറങ്ങി ഇന്നലെ വൈകുന്നേരം കപ്പലിൽ കയറി ഇന്നതേ നിലത്ത് എത്തി. സോ നിങ്ങളുടെ സപ്പോർട്ട് ഭയങ്കര അത്യാവശ്യമാണ്. സപ്പോർട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെയാണ്. ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതാണ് നിങ്ങൾ ഈ വീഡിയോ കൊണ്ടുവന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ അത് ഭയങ്കര യൂസ് ആവും ഞങ്ങൾക്ക്. സോ നമ്മളോട് ലക്ഷദ്വീപ് അടിച്ചു പൊളിക്കാൻ ബാ. ദേ കപ്പൽ 5 മണിക്ക് എടുക്കും. അതിന് മുമ്പേ ഇവിടെ നമുക്കൊരു ചേട്ടൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ബൈക്കിൽ കയറി നമ്മൾ ജസ്റ്റ് നമ്മുടെ ഈ ദ്വീപ് ഒന്ന് കറങ്ങി കാണാൻ പോവാ. പെട്രോൾ പമ്പ്, അഡ്രോത്തുരത്തിലെ പെട്രോൾ പമ്പാണിത്. പെട്രോൾ പമ്പ് എന്താണ് കാണിക്കുന്നത് വെച്ചാൽ ഇവിടെ പെട്രോൾ പമ്പ് സ്പെഷ്യലാണ്. അത് ഞാൻ അതിനെക്കുറിച്ച് പറയാം. ശരിക്കും കിട്ടുന്ന എക്സ്പീരിയൻസാണ്. കാരണം ഷിപ്പ് അവിടെ വെയിറ്റിംഗ് ആണ്. നമ്മൾ ആ ഗ്യാപ്പിൽ ഒരു ദ്വീപ് ഇറങ്ങി. അങ്ങനെ നമ്മൾ അഡ്രോ ഐലൻഡിൽ ഇറങ്ങി ഒരു ചേട്ടൻ്റെ കമ്പനിയായി അവിടുന്ന് ബൈക്കിൽ കയറി ഇവിടെ ഇപ്പോൾ ഒരു ബീച്ചിൽ വന്നിരിക്കുകയാണ്. ഓക്കെ, ഗായത്രി വന്നിട്ടില്ല, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് ബൈക്ക് പെട്ടെന്ന് കയറി വന്നതാണ്. തിരിച്ച് പോകുമ്പോൾ ഷിപ്പിൽ കയറ്റൊന്നും പോലും എനിക്കറിയില്ല. അല്ലെ ഗായത്രിയെ വിളിച്ച് അതിൽ നിന്ന് എന്തെങ്കിലും ചെയ്യേണ്ടി വരുമോ എന്ന് എനിക്കറിയില്ല. സോ നമുക്ക് പെട്ടെന്ന് പോകണം. പക്ഷേ ഇവിടെ വന്നിട്ട് ഭയങ്കര നഷ്ടം ശരിക്കും. ഈ ബീച്ചിൻ്റെ പേരാണ് മൂല ബീച്ച്, വൈറ്റ് സാൻഡ്. ഉണ്ടോ, ബീച്ചുണ്ടോ? എനിക്ക് നിങ്ങൾക്ക് എന്ത് കളറിലെ ക്യാമറ കാണണമെന്നറിയില്ല. പക്ഷേ സോ നമ്മളിപ്പോൾ അഡ്രോത്തിൽ മൂല ബീച്ചിൽ വന്നിക്കണം. പൊളി എക്സ്പീരിയൻസ്. ഷിപ്പ് നിൽക്കുകയാണ്, എന്താവുമെന്ന് എനിക്കറിയില്ല. പെട്ടെന്ന് പോകണം. അടിപൊളി ഫീലാണ്. എന്താ പറയുക, പെയിൻറ്റിങ് പോലെ ഇവിടെ കടൽ. ഞാൻ നിങ്ങൾ ക്ലിയർ ആക്കാം, കടൽ കാണിച്ചു തരാം. അഡ്രോത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് എന്തെങ്കിലും കഴിക്കാൻ പറ്റുമോ നോക്കാം. അങ്ങനെ കുറേ പരിപാടിയായിട്ട് മൂയാ ബാ. നമ്മൾ ഏത് ദ്വീപ് ഇറങ്ങി ഫുഡ് നോക്കുമ്പോൾ അതിനാണല്ലോ. അപ്പോൾ നമ്മൾ അഡ്രോത്തിലെത്തി. നല്ല വെയിലുണ്ട്, അതാ ബീച്ചിലായിട്ടാത്ത. ഒരു കൂൾ ബൂസ്റ്റ് കിട്ടി കടയിൽ നിന്ന്. രക്ഷയില്ലാത്ത ആശ്വാസം. എവിടെ ഇറങ്ങിയാലും അവിടുത്തെ ടേസ്റ്റ് നമ്മൾ പോകില്ലല്ലോ. നമ്മളെ മെയിൻ ഫുഡും കൂടിയാണല്ലോ. സോ ഒരു സമൂസ, ഒരു കൂൾ ബൂസ്റ്റ്. അതാ ഷിപ്പിലെ ഫുഡ് കഴിച്ച് 2 ദിവസം കഴിച്ചപ്പോൾ ചെറിയ മടുപ്പ് തോന്നി. അപ്പം സമൂസ കഴിച്ചപ്പം ഇതാ നമുക്ക് നമ്മുടെ ഒരു ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട്. വേറെന്തോ ബ്രോ? കുളിക്കാൻ വന്ന നെയിം എന്തോ പേര്? ഇർഷാദ് ബ്രോ വന്നിട്ടുണ്ട്. ഇവിടെ കുറെ ടീമുണ്ട്. വീട്ടിലെ ഏയ് ഇവരൊക്കെ ബീച്ചിലൊക്കെ അർമാദിക്കാണ്. പേരെന്തോ? ബീച്ചിലൊക്കെ കുളിച്ച് അർമാദിക്കാണ്. ഞാൻ കുളിക്കാറിറങ്ങും, പക്ഷേ ഇനി സമയം കിട്ടുന്നില്ല. ഓക്കെ, നമുക്ക് അവിടെ വെച്ച് കിട്ടിയ സ്റ്റേഡിയം. സോ ഇപ്പോൾ ഇതാ കാണില്ലേ, ഇതാ ഇവിടെ ഒരു ഗ്രൗണ്ട് പ്ലോട്ട് വരെ. ഇതാണ് ആൻഡ്രോത്തിലെ ഹെലിപ്പാഡ്. ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുന്ന, അത്യാവശ്യം ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുന്ന സ്ഥലമാണ്.
ഉള്ളിൽ കയറാനായിട്ട് വന്നത്, പക്ഷേ ലോക്ക്ഡാണ്. സോ നമുക്ക് പുറത്തുനിന്ന് കാണാം കേട്ടോ. അതിൻ്റെ ഓഫീസും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ നമ്മൾ അൺറോത്ത് ഐലൻഡ് കണ്ടു. സോ നമുക്ക് ഷിപ്പിലേക്ക് കയറാനുള്ള ടൈമായി. അപ്പോൾ നമുക്ക് ഷിപ്പിലോട്ട് പോവാം. ഇതേപോലെ അൺഎക്സ്പെക്റ്റഡ് പ്ലാൻസ് ഇനി ഉണ്ടാവും. ഓക്കെ, നമുക്ക് ഷിപ്പിലോട്ട് പോകാം. ഇതേ നമ്മുടെ ഷിപ്പ്. അങ്ങനെ നമ്മളിവിടെ കപ്പലൊക്കെ ഒന്ന് ചുറ്റി കാണുന്ന സമയത്ത് കുറച്ച് ചേട്ടന്മാർ ഇങ്ങോട്ട് വന്ന് കമ്പനിയായി. ഞാൻ പരിചയപ്പെടുത്തി തരാം. ഓക്കെ, ഒരാൾ ആർമി, ഡിഫൻസ്, BSF അങ്ങനെയൊക്കെയാണ്. നമുക്ക് പരിചയപ്പെടാം. ബ്രോ ഹായ്. പേരെന്തോ? I am Sundar, SI CRPF. Muhammad Rafi. ഇവിടെ ലക്ഷദ്വീപാണ്. ശ്രീ ഇവിടെ തന്നെ ലക്ഷദ്വീപാണ്. അജ്മൽ ലക്ഷദ്വീപന്. സോ ലക്ഷദ്വീപ്. ഈ ചേട്ടൻ കോയമ്പത്തൂരാണ്. കോയമ്പത്തൂരല്ലേ? Doing duty in the Coimbatore Central Jail. Came for the election duty. Now returning back. Super place from the Lakshadweep. ഓക്കെ, അപ്പോൾ എനിക്ക് ലക്ഷദ്വീപിൽ ഞാൻ ഇപ്പോൾ പോണത് കവർത്തിയാണ്. കവർത്തിയിൽ എന്തൊക്കെയാണ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ പറ്റും. എന്തൊക്കെ എനിക്ക് അവിടെ, എൻ്റെ പേര് രാഹുലാണ്, ഉറപ്പായിട്ടും അത് കണ്ടിരിക്കണം, അത് ചെയ്തിരിക്കണം, അത് കഴിച്ചിരിക്കണം എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങൾ ആരെങ്കിലും? അവർക്ക് സ്കൂബ ഡൈവിങ്, പിന്നെ സ്പോർട്സ്, അങ്ങനത്തെ. ഫുഡോ? പൊരി എന്ന് പറയും. അത് ശർക്കര ഒക്കെ ഇട്ടിട്ട് അങ്ങനെയൊക്കെ എടുത്തിട്ട് ഉണ്ടാക്കുന്ന ഒരു സാധനം, ഒരു കടി ഐറ്റം. റെസ്റ്റോറൻറ്റിൽ കഴിക്കാൻ കിട്ടുമോ അതോ? റെസ്റ്റോറൻറ്റിൽ കിട്ടും. കഴിക്കാം. ഓക്കെ, അപ്പോൾ ഇവർ കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഒരു ഹായ്. ഓക്കെ, താങ്ക് യു ഏട്ടാ. ഹലോ. അപ്പോൾ നമ്മൾ ഷിപ്പിനോട് ബൈ ബൈ പറഞ്ഞ് നമ്മൾ നമ്മുടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി പോകുക എന്നുള്ളത് കുറച്ച് ഡിഫിക്കൽട്ട് ടാസ്ക്കാണ്. ബിക്കോസ് നമ്മുടെ ഐലൻഡിൽ അടുത്തായിട്ട് ഷിപ്പ് എത്തിയിട്ടില്ല. നമ്മൾ കുഞ്ഞു ബോട്ടിൽ കയറി വേണം പോകാനായിട്ട്. അപ്പോൾ നമ്മളിവിടെ പെട്ടിയും കിടക്കൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി നമുക്ക് ബോട്ടിലോട്ട് പോവാം. അപ്പം ഈ സീൻസൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല. മാക്സിമം നമ്മൾ കവർ ചെയ്യാൻ ട്രൈ ചെയ്യാം. ഹലോ. എനിക്ക് കിട്ടില്ല ടാസ്ക് ആയിരുന്നു. നമുക്കിപ്പോൾ ഷിപ്പ് അങ്ങ് എൻഡിൽ പോവില്ല. ഓക്കെ, ഷിപ്പ് കരക്കടിപ്പിക്കില്ല. അപ്പോൾ നമ്മൾ ജെട്ടിക്ക് പോകാത്തുണ്ട്. ഷിപ്പിൻ്റെ അവിടെ ചെറിയ ബോട്ട് വന്ന് ആ ബോട്ടിൽ കയറണം, ലഗേജ് കൊണ്ട് ബോട്ടിൽ കയറണം. അത് കിടില എക്സ്പീരിയൻസ് ആണ്. ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. അതുപോലെ ഭയങ്കര പാടുമാണ്. ശരിക്കും ഒരു രക്ഷയില്ലാത്ത എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾക്ക് ഷിപ്പ് കാണിച്ചു തരാം. ഷിപ്പും ആൾക്കാർ കയറുന്നത് എങ്ങനെയാണെന്നൊക്കെ കണ്ടോ. ഇതാണ് ആൾക്കാരൊക്കെ ഷിപ്പ് ടു ചെറിയ ബോട്ടിലോട്ടാക്കുന്ന പ്രോസസ്സ്. ഇതിൽ കയറി വേണം നമുക്ക് കവർത്തി പോവാൻ. ഓക്കെ, ഞാൻ ഇവിടുത്തെ വെള്ളം കാണിച്ചു തരാം കേട്ടോ. നല്ല നീല കളർ പൊളിയല്ലേ. സോ നമ്മളിതാ കവർത്തിയിലോട്ട് പോവുകയാണ്. എന്താ ബോട്ടിൽ നിന്ന് കെട്ടൊക്കെ കഴിച്ചതാ ഷിപ്പിനൊരു ടാറ്റയൊക്കെ പറഞ്ഞ് അതെ എല്ലാ അടിപൊളി. അങ്ങനെ നമ്മൾ കവർത്തിയിലോട്ട് എൻട്രി ചെയ്യുവാണ്. സോ റൂമിൽ പോകണം, എല്ലാം സെറ്റ് ചെയ്യണം. കവർത്തിയുടെ പുതിയ പുതിയ വീഡിയോസും കവർത്തിയിലെ വിശേഷങ്ങളും ലക്ഷദ്വീപിൻ്റെ ഫുൾ വിശേഷങ്ങളും സ്ക്യൂബ എല്ലാം അങ്ങനെ കുറേ പരിപാടി നമ്മളെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഫുഡും അപ്പോൾ പുതിയൊരു പ്ലാനായിട്ട് വരും. ഇന്ന് മൊത്തം റെസ്റ്റ് എടുക്കുന്ന പരിപാടിയാണ്. സോ വീണ്ടും സന്ധിക്കും വരയ്ക്കും വണക്കം.